സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെ സംയുക്ത നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ MP എന്നിവരുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. രാഹുലുണ്ട്. രാഹുൽ, എന്തെല്ലാമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? ഈ വിഷയത്തിനകത്ത് കേരള സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും മന്ത്രിസഭയെ നയിക്കുന്ന പാർട്ടിയുടെയും ഇതുവരെയുള്ള നിലപാടിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസിൻ്റെ അന്വേഷണം പര്യാപ്തമല്ല. ഈ വിഷയത്തിനകത്ത് സമഗ്രമായ CBI എൻക്വയറി ആവശ്യമാണ്. 19ഓളം വളരെ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിട്ടും ഇതുവരെ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല. ഈ കേസിനകത്ത് കൊലക്കുറ്റം ചുമത്തണം. ഇതിനകത്ത് കുറ്റകൃത്യത്തിൽ ഡയറക്റ്റായി ഇൻവോൾവ് ആയ പ്രതികൾക്ക് എല്ലാ സംരക്ഷണവും ഒത്താശയും ചെയ്തു കൊടുത്ത ഡീൻ നാരായണനെ പുറത്താക്കുകയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഈ വിഷയത്തിനകത്ത് പ്രതികളുടെ ആദ്യ സംരക്ഷകനായി കടന്നു വന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ CK ശശീന്ദ്രൻ്റെ പങ്ക് ഈ വിഷയത്തിനകത്ത് അന്വേഷിക്കണം. കേരളത്തിലെ ഹോസ്റ്റലുകൾ, കോളേജുകളിലെ മെൻസ് ഹോസ്റ്റലുകൾ പ്രത്യേകിച്ച്, അവ കേന്ദ്രീകരിച്ചുകൊണ്ട് SFI-ക്കാർ നടത്തുന്ന ലഹരി കടത്ത് ഗുരുതരമായ വിഷയമാണ്. SFI-ക്കാരൻ പാർട്ടി ഗ്രാമങ്ങളാക്കി വെച്ചിരിക്കുന്ന ഹോസ്റ്റലുകൾ സ്വതന്ത്രമാക്കണം, ജനാധിപത്യപൂർവ്വമാക്കണം. അവിടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയണം. അതിനകത്ത് ഒരു സ്ഥിര സംവിധാനം രൂപപ്പെടുത്തണം. തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാർ ഈ കേസിനകത്ത് നടത്തുന്ന കള്ളക്കളികൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതികളെ സംരക്ഷിക്കുവാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. സമരം പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള നിഗൂഢതകളുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ ഡീനടക്കമെതിരെ നടപടി വേണം. CK ശശീന്ദ്രൻ MLA-യുടെ പങ്ക് അന്വേഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചത്. ഈ സമരപ്പന്തലിലേക്ക് നിരവധി കോൺഗ്രസ് നേതാക്കളും മറ്റുമൊക്കെ എത്തുന്നുണ്ട്. സമരം പരിഹാരമുണ്ടാകണമെങ്കിൽ അന്വേഷണ പ്രഖ്യാപനമല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച്, ഈ സമരത്തോടനുബന്ധിച്ച് മറ്റ് പ്രകടനങ്ങളും മറ്റുമൊക്കെ യൂത്ത് കോൺഗ്രസ് മറ്റ് പരിപാടികളും ആഹ്വാനം ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.